വർക്ക് ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് വേണ്ട സമയത്ത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ട്. അവരൊക്കെ അത്രയും വില്ലിങ് ആണ്. കാരണം അവർ വരുന്ന സമയത്ത് ഞാൻ നേരിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർ ഹെൽപ്പ് ചെയ്യും. അവരൊക്കെയും വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര വർക്കാണെങ്കിൽ പോലും അല്ലെ എത്ര സ്റ്റഡീസിൻ്റെ തിരക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ എല്ലാവരും ഹെൽപ്പിംഗ് ആണ്. ഇൻ്റർനാഷണലി പഠിക്കാൻ വിടുന്ന ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും പേരൻറ്റിൻ്റെ ഏറ്റവും വലിയ കൺസേൺ അവൻ്റെ ഒരു അപ്ഡേറ്റ് അറിയുന്നില്ല, അല്ലെങ്കിൽ വിളിച്ചാൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അവൻ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടോ, ഈ വക കാര്യങ്ങളിൽ കൺസേൺ, അല്ലെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു കൺസേൺ കാണും. അപ്പം ഇത് നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്ന അപ് ടു 3 years അല്ലെ 4 years ഉള്ളൊരു ഇതായിരിക്കും. ആ 4 years നമുക്ക് അവരെ ഒരിക്കലും മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും ഒരു സ്റ്റുഡൻറ്റ് നമ്മളോട് വിത്തിൻ ദിസ് 4 years or 5 years നമ്മളോട് വന്ന് ഒരു ഹെൽപ്പ് ചെയ്യുക. ലൈക്ക് മാം, എനിക്ക് അവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്കൊരു ഇങ്ങനൊരു ആളെ കോൺടാക്ട് ചെയ്യുക, ഡയറക്റ്റ് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഉപകാരങ്ങൾ പല രീതിയിലുണ്ട്. ഒരിക്കലും ചെയ്തു കൊടുക്കാൻ പറ്റാത്തതും നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് താഴോട്ട് പോയി ചെയ്യാൻ പറ്റാത്ത കുറേ റെസ്ട്രിക്ഷൻസ് എനിക്കുണ്ട്. അറിയാം, നമുക്കറിയാം, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ നമ്മുടെ പാർട്ട് ഓഫ് ദ തിങ് കഴിഞ്ഞു. സ്റ്റുഡൻറ്റ് വന്നു, സ്റ്റുഡൻറ്റ് കയറി, നമുക്ക് കമ്മീഷൻസ് കിട്ടി, നമ്മുടെ കാര്യം കഴിഞ്ഞു എന്ന മട്ടാണോ, അതോ യു വിൽ ബി ദേർ ടു ഹെൽപ്പ് ദി സ്റ്റുഡൻറ്റ്? അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഒരു സ്റ്റുഡൻറ്റ് വിൽനിയസ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിയാണ്, ബാച്ചിലേഴ്സിന് പോയതാണ് മലപ്പുറത്തുനിന്ന്. അവനെന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, മാം എന്നെ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ചെയ്തു തന്ന എല്ലാ ഹെൽപ്പിനും നന്ദി, ഞാൻ ഗ്രാജുവേഷനാകാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനും അവൻ്റെ വീട്ടുകാരും ഒക്കെ എപ്പോഴും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷനിലുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ മിക്ക കുട്ടികൾ, ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഫീമെയിൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ പേരൻസ് ഒക്കെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സ്പെഷ്യൽ കേസസ് ഇപ്പം നിലവിൽ വെളിയിലോട്ട് വിടുന്ന ഒരു ട്രെൻഡ് എല്ലാവരും എതിർക്കുന്നതിൻ്റെ കാര്യമാണ്. പിള്ളേർ പോയി അങ്ങ് നശിക്കുക, പിള്ളേർ പോയി അതാണ്. അതൊരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണ്. അത് പറഞ്ഞ എത്രത്തോളം മനസ്സിലാവുന്നില്ല. എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഞാൻ പ്ലേസ് ചെയ്ത 2 കുട്ടികൾ, ഒരാൾ പാസ്സായി, ഒരാൾ ഫെയിലായി. അവരുടെ പേരൻസ് പറയുന്നത് എന്താ, ഈ കമ്പനി വിട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ മോശമാണ്, ഇവർ ഫ്രണ്ട്സാണ്. മറ്റേ ആൾ പാസ്സായ കാര്യം അവർ പറയത്തില്ല, ഇവൻ ഫെയിലായ കാര്യമാണ് പറയുന്നത്. നമ്മൾ റിക്രൂട്ട് ചെയ്തു, നമ്മൾ വിട്ടു, നമ്മൾ അവൻ്റെ BRP വരെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് ഹാവ് ടു മൂവ് ഓൺ വിത്ത് ഹിസ് ലൈഫ്. അവൻ പണിക്കും പോകുമല്ലോ, ഒന്നും ചെയ്തിരിക്കുമ്പം മറ്റേ ആൾ പണിക്കും പോകുന്നുണ്ട്, അവൻ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്, ലീഗൽ പാർട്ട് ടൈം ഫെസിലിറ്റി അവൈൽ ചെയ്ത് അവൻ്റെ കാര്യം നോക്കി ഹീസ് ലൈക്ക് ഒരു 3 years ആയി, ഇപ്പോൾ അവൻ സെറ്റിൽ ഡൗൺ ആയി. മറ്റേ ആൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. സ്റ്റുഡൻസ് എന്തായാലും അപ്പോൾ ഒരു കാഴ്ചപ്പാട് നമ്മൾ വെക്കുമ്പം 2 സൈഡും കാണണം. ഒരു സൈഡ് മാത്രം നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് അങ്ങനെയായിരിക്കും, അത് അവരെവിടെ പോയാലും അങ്ങനെയാണ്. മറ്റ് സെറ്റിൽ ഡൗൺ ആവുന്ന സ്റ്റുഡൻസിനെ ഇവരാരും അറിയുന്നില്ല. നശിച്ചു പോയതും അല്ലെങ്കിൽ അഴുക്കായി പോകുന്ന ആൾക്കാരുടെ പുറകെയാണ് എല്ലാവരും പോവുക. നന്നായി പോകുന്ന ആൾക്കാരെ ആരും ഫോളോ ചെയ്യുന്നു. അത് മാത്രമല്ല രോഹിത്തെ, ചില കുട്ടികളുണ്ട് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നതിന് വെറും മൈഗ്രേഷനാണ്. അപ്പോൾ ലിത്വേനിയ പോലെയുള്ള വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രാജ്യത്തിലേക്ക് അഫോർഡബിൾ ആണ്, ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവരെന്തോ ചെയ്യും, ഫസ്റ്റ് എൻട്രി അതെടുത്തിട്ട് അവിടെ നിന്ന് വേറെ രാജ്യത്തിലേക്ക് ചാടാനായിട്ട് നോക്കും. അപ്പം നമ്മുടെ കേസ് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എലിജിബിലിറ്റി വരുമ്പോഴത്തേക്കും മിനിമം ഒരു 65% മാർക്ക് +2 തലത്തിൽ ഉള്ള കുട്ടികൾക്കാണ് ബാച്ചിലേഴ്സിന് കൊടുക്കാൻ പറ്റുക. മാസ്റ്റേഴ്സിന് മിനിമം ഒരു 63-65% മാർക്ക് അവർക്ക് ബാച്ചിലർ തലത്തിലുണ്ടായിരിക്കണം. 4 വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ ഡുവോലിംഗോ മിക്ക യൂണിവേഴ്സിറ്റിയും ചോദിക്കുന്നുണ്ട്. IELTS അത്ര മാൻഡേറ്ററി അല്ല, എന്നാൽ ഇതൊന്നും വേണ്ടാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസ് എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കും, സ്കോളർഷിപ്പിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുമായ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. അല്ലാതെ മൈഗ്രേഷന് വേണ്ടി നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളാവാൻ പാടില്ല. കാര്യം അതല്ലല്ലോ, നമ്മുടെ പേരൻസ് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അല്ലെ ലോൺ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം കുട്ടികൾ അവിടെ സേഫാണ്, സെക്യൂറാണ്, പഠിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവരെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യാറുള്ളതാണ്. പെൺകുട്ടികളുടെ കേസിലും പേരൻസ് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വളരെ സേഫായിട്ടുള്ള ഒരു കൺട്രിയാണ്. സേഫ്റ്റിക്കൊന്നും ഒരു വിഷയങ്ങളും ഇല്ല. യൂണിവേഴ്സിറ്റിക്കൊക്കെ തന്നെയും ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുക. ഇൻ കേസ് ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പുറത്ത് അക്കോമഡേഷൻ എടുക്കാനാണെങ്കിലും കുട്ടികൾ 2-3 പേര് കൂടി ചേർന്നാണ് അവരെടുക്കുന്നത്. പിന്നെ കുക്കിങ്ങിൻ്റെ കേസൊക്കെയാണ്, പെൺകുട്ടികളുടെ കേസായാലും ആൺകുട്ടികളുടെ കേസായാലും പേരൻസിനൊരു കൺഫ്യൂഷനാണ്. സെൽഫായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്.